പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളെ ഒന്നാകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ. സിറിയയിൽ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയത് കടന്നാക്രമണം തന്നെയായിരുന്നു. സിറിയയിലെ 300 കേന്ദ്രങ്ങളിലാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. സിറിയൻ സൈന്യത്തിൻ്റെ ബേസ് ക്യാമ്പുകൾ ഒന്നാകെ ആക്രമിച്ച് നശിപ്പിച്ചു. നേവിയുടെ ബേസ് ക്യാമ്പുകൾ ആക്രമിച്ചു. ആയുധ നിർമ്മാണശാലകൾ ആക്രമിച്ചു. ഡ്രോൺ ഉൽപാദന യൂണിറ്റുകൾ ആക്രമിച്ചു. രാസായുധ പരീക്ഷണ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അങ്ങനെ സിറിയൻ സൈന്യത്തിൻ്റെ എല്ലാ ആയുധശേഷിയെയും തകർക്കുകയായിരുന്നു ഇസ്രായേൽ. 300 ഇടത്താണ് ഒരു രാത്രി കൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. 1973 ശേഷമുള്ള ഏറ്റവും മാരകമായ ആക്രമണം. ഈ ആക്രമണത്തിന് പിന്നാലെ ഗോലാൻ കുന്നിലെ തന്ത്രപ്രധാനമായ ഇടങ്ങൾ ഇസ്രായേൽ സേന പിടിച്ചെടുത്തു. 1974 UN ആക്ടിന് വിരുദ്ധമാണ് ഇസ്രായേലിന്റെ നീക്കമെന്ന് ഇറാൻ ആരോപിക്കുന്നു. തുർക്കി ഇസ്രായേലിനെതിരെ വമ്പൻ ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരിക്കുന്നു. ഇനിയും സിറിയയെ കീറി മുറിക്കാനും സിറിയയെ വിഭജിക്കാനുമാണ് ഇസ്രായേലിന്റെ നീക്കമെങ്കിൽ തുർക്കി നേരിട്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുമെന്നാണ് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പിന്നാലെ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വമ്പൻ ഭീഷണിയും ഉണ്ടായി. കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് സിറിയയുടെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. UN നിബന്ധനകളൊക്കെ തന്നെ കാറ്റിൽ പറത്തിയിരിക്കുന്നു ഇസ്രായേൽ സേന. ഗോലാൻ കുന്നിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകൾ പിടിച്ചെടുത്തിരിക്കുന്നു. ഹെർബൺ പർവ്വതം തന്നെ ഇസ്രായേൽ സേന പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചുള്ള നീക്കമാണ് പശ്ചിമേഷ്യയിൽ നടത്തുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇസ്രായേലിന്റെ കടന്നാക്രമണത്തിനെതിരെ ഒന്നിച്ചേ തീരൂ എന്ന് തുർക്കിയും ഇറാനുമൊക്കെ നിലവിളിക്കുകയാണ്. സത്യത്തിൽ പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടക്കരച്ചിലാണ്, കൂട്ട നിലവിളിയാണ്. അറബ് രാജ്യങ്ങളുടെയൊക്കെ കൂട്ടക്കരച്ചിൽ അവിടെ കേൾക്കുന്നു. ഇസ്രായേൽ എന്ന രാജ്യത്തിനെ പിടിച്ചു കെട്ടാൻ ആളില്ലാതെ, ഇസ്രായേൽ എന്ന രാജ്യത്തിനെ തടഞ്ഞു നിർത്താൻ കഴിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് ഇസ്ലാമിക ഭീകര സംഘടനകളും ഇസ്ലാമിക രാജ്യങ്ങളും. ഓരോരോ രാജ്യങ്ങളെയായി തീർത്ത് മുന്നേറുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം. ഇസ്രായേൽ ആദ്യം ഹമാസിനെതിരെ യുദ്ധം തുടങ്ങി. ഹമാസിനെ ഏറെക്കുറെ തീർത്തു. അതിന് പിന്നാലെ ഹിസ്ബുള്ളക്കെതിരെ തുടങ്ങി. ഹിസ്ബുള്ളയെ ഏറെ നാമാവിശേഷമാക്കി. പിന്നാലെ സിറിയയിൽ ആക്രമിച്ചു. ഇതിനിടയിൽ ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തി. ഹൂതികളുടെ ഹുദൈദ തുറമുഖത്തെ തകർത്തു. പിന്നാലെ 2 തവണ ഇറാൻ പ്രകോപിപ്പിച്ചപ്പോൾ ഇറാനിലേക്ക് ആക്രമണം നടത്തി. രണ്ടാമത്തെ ആക്രമണം ഒക്ടോബർ മാസം 26-ാം തീയതിയിലെ ആക്രമണം ഇറാൻ എന്ന രാജ്യത്തിൻ്റെ സൈനിക ശേഷിയുടെ മസ്തകത്തിലുള്ള അടിയായിരുന്നു. ഇറാൻ്റെ സൈനിക ശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കി. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ തകർത്തു. ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെ ആക്രമിച്ചു. ഇറാൻ്റെ ഡ്രോൺ ഉൽപാദന കേന്ദ്രങ്ങളെ, മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങളെ, റോക്കറ്റ് ഉൽപാദന കേന്ദ്രങ്ങളെ ഒക്കെ തകർത്തുകൊണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യം ഒറ്റയ്ക്ക് ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ പട നടത്തുകയാണ്. അത്രത്തോളം രൂക്ഷമായ ആക്രമണമാണ് പശ്ചിമേഷ്യയിൽ ഓരോ ദിവസവും കാണുന്നത്. കഴിഞ്ഞ ദിവസം സിറിയയ്ക്ക് നേരെ നടത്തിയ ആക്രമണം ഇസ്രായേലിൻ്റെ സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് ഇസ്രായേലി ജനതയെ അഭിസംബോധന ചെയ്ത് പറയുന്നു, നമ്മൾ ഇനി പശ്ചിമേഷ്യയുടെ ഭാവി തീരുമാനിക്കും. പശ്ചിമേഷ്യ എങ്ങോട്ട് പോകണം, പശ്ചിമേഷ്യ എങ്ങനെ ഇനി മുന്നോട്ട് പോകണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കും. ഇസ്രായേലിൻ്റെ ശത്രുക്കളെ ഇസ്രായേൽ വകവരുത്തിയിരിക്കും. ഇസ്രായേലിൻ്റെ മിത്രങ്ങൾക്ക് വച്ചടി കയറ്റമുണ്ടാകുമ്പോൾ ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ഒന്നൊന്നായി തകരും. അതാണ് കാണാൻ പോകുന്നത്. 1973 കൈവിട്ട ഗോലാൻ കുന്നിലെ തന്ത്രപ്രധാനമായ മേഖല ഇസ്രായേൽ തിരിച്ചു പിടിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ ഏറ്റവും പവർഫുള്ളായ ശക്തിയായി ഇസ്രായേൽ മാറിയിരിക്കുന്നു. തന്ത്രപ്രധാനമായ മേഖലകൾ പിടിച്ചെടുത്തുകൊണ്ട്, ഏറ്റവും നിർണായകമായ ഇടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ശക്തിയായി ഇസ്രായേൽ മാറുകയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിൻ്റെ തേരോട്ടത്തിൽ ഭയന്ന് വിറങ്ങലിക്കുകയാണ് ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാമിക ഭീകരവാദികളും. ഇറാനും തുർക്കിയും ഒന്നിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇസ്രായേലിനെതിരെ വമ്പൻ ഭീഷണി മുഴക്കിയിരിക്കുന്നു തുർക്കി. ഇനിയും സിറിയയിലേക്ക് കടന്നു കയറാനാണ് ശ്രമമെങ്കിൽ ഇസ്രായേലുമായി തുറന്ന യുദ്ധം തുർക്കി നടത്തും. തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാനാണ് ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. തുർക്കിയുടെ പിന്തുണയുള്ള സിറിയൻ നാഷണൽ ഫോഴ്സാണ്
അട്ടിമറിക്ക് പ്രധാനമായും നേതൃത്വം നൽകിയത് HTS-ഉം അതുപോലെ സിറിയൻ നാഷണൽ ആർമിയും ചേർന്നുള്ള വിമത സൈനിക സഖ്യമാണ് അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് സിറിയയുടെ ഭരണം പിടിച്ചത്. അതിന് പിന്നാലെയാണ് സിറിയയിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറയുന്നത് ഞങ്ങളുടെ പ്രതിരോധം തീർക്കുകയായിരുന്നു. അതായത് സിറിയയുടെ ഔദ്യോഗിക സൈന്യത്തിന്റെ വമ്പൻ ആയുധ ശേഖരം അത് വിമതസേനയ്ക്ക് ലഭിച്ചാൽ ആ വിമതസേന അത് ഇസ്രായേലിന് നേരെ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. രാസായുധങ്ങളുടെ നിയന്ത്രണം വിമത സൈന്യത്തിന് ലഭിച്ചാൽ അത് ചിലപ്പോൾ ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിൽ ഇസ്രായേലിന് നേരെ അവർ പ്രയോഗിക്കും. ലോകത്ത് മുഴുവൻ ഇസ്ലാമികവൽക്കരണം നടപ്പാക്കാൻ, ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാൻ, ലോകം മുഴുവൻ ശരീഅത്ത് ഭരണം നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഈ വിമതസേനയടക്കം നടത്തുന്നത്. അത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകൾ സ്വാഭാവികമായും അവരുടെ കയ്യിൽ ഇത്രത്തോളം മാരക പ്രകടനശേഷിയുള്ള ആയുധങ്ങൾ ലഭിച്ചാൽ അവർ ഏത് നിമിഷവും ആർക്കെതിരെയും പ്രയോഗിക്കും. ഇത് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് സിറിയയിലെ അസദ് ഭരണകൂടം നിലം പതിച്ചതിന് തൊട്ടു പിന്നാലെ സിറിയയിലെ തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക്, ആയുധപ്പുരകളിലേക്ക്, ആയുധ ഡിപ്പോകളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്. അങ്ങനെ സിറിയയിലെ ആയുധങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി. ഇതിന് പിന്നാലെ ഇസ്രായേലിന് നേരെ വമ്പൻ ആക്രോശവുമായി മുഹമ്മദ് ജോലാനി ഇതിനെ രംഗത്തെത്തി. വിമത സൈന്യത്തിന്റെ അടുത്ത ലക്ഷ്യം ഡമാസ്കസ് കഴിഞ്ഞു, അടുത്ത ലക്ഷ്യം ജെറുസലേമാണെന്ന് ജോലാനി വ്യക്തമാക്കിയിരിക്കുന്നു. ഏത് നിമിഷവും സ്വാഗതമെന്ന് പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞിരിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രായേലിനെ ചൊറിയാൻ വന്നാൽ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഗതി തന്നെയായിരിക്കും സിറിയയിലെ വിമത സൈന്യത്തിനും. അതിന് തുർക്കിയല്ല, ഇറാനല്ല, ആരൊക്കെ ഇസ്രായേലിന് നേരെ വന്നാലും ഇസ്രായേൽ വിട്ടുകൊടുക്കില്ല. പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അടിവേരറുക്കും ഇസ്രായേൽ എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. ഭയന്നു വിറയ്ക്കുകയാണ് ഓരോ ഇസ്ലാമിക രാജ്യങ്ങളും, ഓരോ അറബ് രാജ്യങ്ങളും. ഇസ്രായേലിന്റെ തേരോട്ടത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ഇസ്രായേലിന്റെ പടപ്പുറപ്പാടിന് മുന്നിൽ വിറങ്ങലിക്കുകയാണ്. ഇസ്രായേൽ ആകട്ടെ ലോകത്തെ ഇസ്ലാമിക ഭീകരവാദത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനുള്ള വമ്പൻ നീക്കവുമായി മുന്നോട്ട് പോകുന്നു. സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആ കടന്നാക്രമണത്തിന് പിന്നാലെ ഇറാന്റെ വലിയ ഭീഷണിയും ഉണ്ടായിരിക്കുന്നു. ഇറാൻ വിദേശകാര്യ സെക്രട്ടറി തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്, ഗൊലാൻ കുന്നുകളിലെ ബഫർ സോണുകളിൽ ഇസ്രായേൽ നടത്തിയ കടന്നാക്രമണവും ഇസ്രായേൽ ഉണ്ടാക്കിയ നിയന്ത്രണവും അത് എത്രയും വേഗം ഒഴിയണം. സിറിയയുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുത്തത് വിട്ടുകൊടുക്കണം. അല്ലാത്ത പക്ഷം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ വിദേശകാര്യ സെക്രട്ടറിയുടെ വമ്പൻ ഭീഷണി. എന്നാൽ അതിനെ പുച്ഛിച്ചു തള്ളുകയാണ് ഇസ്രായേൽ. ഒരിക്കൽ കൂടി ഇറാൻ ഇസ്രായേലിനെതിരെ പ്രകോപനപരമായ എന്തെങ്കിലും ചെയ്താൽ ഇറാൻ എന്ന രാജ്യത്തിന്റെ അന്ത്യകൂദാശ ഉടനുണ്ടാകും. അതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തവണ ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകൾ തൊടാതെയായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയതെങ്കിൽ ഇനിയൊരു ആക്രമണം ഇറാന് നേരെ ഉണ്ടായാൽ അത് ഇറാൻ എന്ന രാജ്യത്തിന്റെ അവസാനമാകുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ലെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്.